ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടൊന്നല്ല കേട്ടോ വന്നേ. വെടുപ്പായിട്ടൊരു കേക്ക് കൊളായ കഥ പറയും. കൊളായെന്ന് വെച്ചാൽ ടേസ്റ്റിനൊന്നും ഒരു കുറവില്ലായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഈ വിപ്പിംഗ് ക്രീം ഞാൻ അടിച്ചതിൻ്റെ കുഴപ്പം കൊണ്ടാണോ അതോ അല്ലേ വിപ്പിംഗ് ക്രീമിൻ്റെ കുഴപ്പം കൊണ്ടാണോ ഈ പ്രശ്നം വന്നത് എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഞാൻ നല്ല അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കുന്ന ഒരാളാണ് കേട്ടോ. അത്യാവശ്യം നല്ലപോലൊക്കെ ഉണ്ടാക്കി പുറത്ത് കൊടുക്കില്ലെങ്കിലും വീട്ടിൽ തന്നെ എല്ലാ കാര്യത്തിനും കേക്ക് ഉണ്ടാക്കുന്ന ഒരാളാണ്. പക്ഷേ ഇതെന്താ പറ്റിയെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് എല്ലാ പരിപാടിയും ഞാൻ ചെയ്തു വന്നത്. നല്ല ഫ്ലേവറുള്ള മാംഗോൻ്റെ കേക്കുമാണ് കേട്ടോ. ഞാൻ മാംഗോൻ്റെ കേക്ക് ഫസ്റ്റ് അല്ലാതെ രണ്ടാമത്തെ തവണ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഫസ്റ്റ് ഉണ്ടാക്കണമായിരിക്കും കംപ്ലയിൻറ്റ് വരിക. പക്ഷേ എൻ്റെ ഫസ്റ്റ് ഉണ്ടാക്കിയ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കായിരുന്നു. മോൻ്റെ ഫസ്റ്റത്തെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയതായിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റിന് നല്ല അഭിപ്രായം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ രണ്ടാമതുണ്ടാക്കിയ കേക്ക് എന്താ ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ അതിൻ്റെ പ്രശ്നം വന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ടേസ്റ്റിനൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു, എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ പ്രശ്നം വന്നത് വെച്ചാൽ ഞാൻ ഡെക്കറേഷൻ ചെയ്തതിലാണ് കേട്ടോ. ഡെക്കറേഷൻ ചെയ്തതിൽ ഞാൻ എല്ലാ സംഭവവും ഞാൻ വാങ്ങി ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇത് വിപ്പിംഗ് ക്രീം ലാസ്റ്റിലേക്ക് ലൂസായിപ്പോയി. എങ്ങനെ നോക്കിയിട്ടും അത് അതിൻ്റെ പെർഫെക്റ്റിൽ എനിക്ക് കിട്ടുന്നില്ല. ആ ലൂസായ സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് റെഡി ആകുമെന്നാണ് പറഞ്ഞേക്കാം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആവും. പക്ഷെ അത് നമ്മൾ പൈപ്പിംഗ് ബാഗിലേക്കൊക്കെ കൊണ്ട് ഒഴിക്കുമ്പോൾ അത് ഒന്നായിട്ട് ലൂസായി നമ്മൾ ഫ്ലവർ വരയ്ക്കാൻ നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ച ഫ്ലവറൊന്നല്ല ആയി വരുന്നത്. നിങ്ങൾ ഫസ്റ്റിലെ കേക്കിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇതൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ നോക്കിയതാട്ടോ. ലാസ്റ്റ് ഓരോ മുന്നിലേക്ക് കൊണ്ടുപോകാൻ കുറവായപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഓരോ ഫുഡൊക്കെ കഴിഞ്ഞ് എല്ലാതും കഴിഞ്ഞപ്പോൾ നമ്മൾ ഡെസേർട്ട് കൊടുക്കുന്ന സമയത്ത് കേക്ക് മുറിച്ചിങ്ങാണ്ട് ഓരോരുത്തർക്ക് പ്ലേറ്റിലാക്കി കൊടുത്തു. ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചുണ്ടാക്കിയൊക്കെ കേക്കായിരുന്നു. പക്ഷേ കൊളായി ഗൈസ്, കൊളായി. മാംഗോ കേക്ക് എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റിൽ കേൾക്കാൻ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ മാംഗോ കാണുന്ന പോലെയല്ല കേട്ടോ. ചെത്തിയൊക്കെ കഴിഞ്ഞപ്പോൾ ഫുള്ള് വൈറ്റ് കളറായിരുന്നു, നല്ല പുളിയുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് മിൽക്ക് മെയ്ഡും അതൊക്കെ ഒഴിച്ചിങ്ങാണ്ട് അതിൻ്റെ സിറപ്പൊക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ മാങ്ങൻ്റെ കഷ്ണം അതിൽ ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു പുളി ഉണ്ടാവും. പക്ഷെ എന്നാലും അതിനൊന്നും ഒരു കുഴപ്പമില്ല, ടേസ്റ്റ് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഡെക്കറേഷനിൽ പോയത് എനിക്കെന്നിട്ട് ഭയങ്കര സങ്കടമാണ് ഗൈസ്. ഇപ്പോൾ ഈ കൊളായെന്ന് പറയുമ്പോൾ നിങ്ങളായിരിക്കും വിപ്പിംഗ് ക്രീം അടിച്ചതിൻ്റെ കുഴപ്പമായി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ തന്നെ കാണിച്ചു തന്നിട്ടില്ല. വിപ്പിംഗ് ക്രീം അടിച്ചിട്ട് ഞാൻ പാത്രം ചെരിച്ച് നോക്കിയിട്ട് പോലും അത് ഒലിച്ച് വരുന്നില്ല. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വിപ്പിംഗ് ക്രീമൊക്കെ അടിച്ച് റെഡി ആയിട്ടുള്ളത്. ഇത് ലാസ്റ്റിലേക്ക് ഇത് ലൂസായത് എന്താണെന്നില്ല, എനിക്കിഷ്ടമല്ല കേട്ടോ. ഞാൻ അങ്ങനെ വാങ്ങാറില്ല ഈ വിപ്പിംഗ് ക്രീം. ഞാൻ വേറെ കമ്പനീൻ്റെ വിപ്പിംഗ് ക്രീമാണ് വാങ്ങാറുള്ളത്. അപ്പോൾ ഇതാണ് നല്ല പെർഫെക്റ്റ് എന്ന് ഓരോരുത്തർ പറഞ്ഞേ കേൾക്കാം. പക്ഷെ ഇത് ഞാൻ വാങ്ങാറില്ല. ഇത് വാങ്ങി എനിക്ക് 2 പ്രാവശ്യം കൊളായിട്ടുണ്ട്, ഇതേപോലെ നല്ല ലൂസായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഫാദറായിപ്പോയി വാങ്ങിക്കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ ഞാൻ വേറെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല. അങ്ങനെ നല്ല വെടുപ്പായി കൊളാക്കി അങ്ങനെ ഉണ്ടാക്കി. പക്ഷെ എന്നാലും കേക്ക് അന്ന് തന്നെ ഫുള്ള് രാത്രി ആകുമ്പോൾ കാലിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ കേക്ക് ഇപ്പം എങ്ങനെ കൊളായാലും ഡെക്കറേഷൻ കൊളായാലും ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ തിന്നാൻ ആൾക്കാരില്ലാണ്ടാക്കൂലല്ലോ. നമ്മളെപ്പോലെ പിന്നെ ചെറിയ മക്കളാണെങ്കിൽ കേക്കിൻ്റെ ലവേഴ്സാണല്ലോ. പിന്നെ ആ കുഴപ്പമൊന്നുമില്ലായിരുന്നു, കേക്കൊക്കെ പെട്ടെന്ന് കാലിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരു സങ്കടം, കാരണം എൻ്റെ അനിയത്തി ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒക്കെ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നൊരു കേക്കുമാണ്. അപ്പം ആ ഒരു വിഷമം നല്ലോണം ഉണ്ടായിരുന്നു. കൊളായ കേക്കായി പോയല്ലോ. കേക്ക് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കി ഇങ്ങോട്ട് ഫോട്ടോ ഒക്കെ വെച്ചെടുക്കുമ്പോൾ ഇങ്ങനെ പറയും, എനിക്ക് ഉണ്ടാക്കി തരില്ലല്ലോ ജി, എനിക്ക് ഇനി വന്നാൽ ഉണ്ടാക്കി തരണം എന്നൊക്കെ പറയലുണ്ട്. അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതായിരുന്നു ഗായ്സ്. പക്ഷെ ഞാൻ തളരില്ല ഗായ്സ്. ഞാൻ നല്ല അടിപൊളി ഒരു മാംഗോ കേക്ക് തന്നെ ഉണ്ടാക്കി ഞാൻ റെസിപ്പി ഇടും, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. പിന്നോൾ പോണതിൻ്റെ മുന്നേ ഒരു കേക്കും കൂടി ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ എൻ്റെ ഈ കേക്ക് കൊളായ കേക്കിൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനി വീണ്ടും നാളെ കാണാം.